ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് ഇന്ന് ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അന്വേഷണ സംഘം വിപുലപ്പെടുത്താൻ ഹൈക്കോടതിയുടെ അനുമതി തേടും. സ്വർണ്ണപ്പാളിയുടെ കാലപ്പഴക്കം നിശ്ചയിക്കാൻ ശാസ്ത്രീയ അന്വേഷണം നടത്താനും നീക്കം. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഈ സ്വർണ്ണപ്പാളിയുടെ കാലപ്പഴക്കം ഒരു കൃത്യമായി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അവിടെയുള്ളത് ആ സ്വർണ്ണപ്പാളിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള സ്വർണ്ണപ്പാളിയാണെങ്കിൽ 98-ലാണ് ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഈ ഒരു പാളിയിൽ സ്വർണം പൂശിയത്. അതിനുശേഷം പിന്നീട് 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി അതിന് വീണ്ടും സ്വർണം പൂശി എന്നുള്ളതൊക്കെയാണല്ലോ ഏറ്റവും പ്രധാനമായും നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഈ ഒരു പാളിയുടെ കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സാങ്കേതികപരമായി ശാസ്ത്രീയപരമായി അതിന് കൃത്യമായ ഒരു ഉറപ്പാണ് ഇനി വേണ്ടതല്ലേ? തീർച്ചയായും ഇതിന് അടിസ്ഥാനപരമായി ഒരു ഫോറൻസിക് പരിശോധന എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് സംഘം നീങ്ങുന്നത്. കാരണം ഇതിനകത്ത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് ഈ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളിലേക്ക് സ്ഥാപിക്കാനുള്ള കവചം വെക്കേണ്ടത്. അത് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇളക്കി മാറ്റാൻ പാടാണ്. അതിന് വിശ്വാസപരമായ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ ഒരു കാലപ്പഴക്കം പരിശോധിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ അനുമതിക്കായി വിജിലൻസ് സംഘം എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചെമ്പുപാളിക്കും ഇതിനകത്തിരിക്കുന്ന സ്വർണത്തിനും പൂശിയതിനുമൊക്കെ എത്ര നാൾ കാലപ്പഴക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണ സംഘം വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ കേവലം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത്. ഇതിൽ കുറ്റാന്വേഷണ രംഗത്ത് വലിയ പരിചയമുള്ള കാലപ്പഴക്കം ഉള്ള കാര്യം, അതായത് വലിയ പഴയ കേസുകളൊക്കെ അന്വേഷിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആലോചിക്കുന്നത്. ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതൊന്നും തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇതിൽ അയാൾ പറഞ്ഞ തെളിവുകളും കാര്യമായി പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായൊരു അന്വേഷണം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കളിക. ശരി, ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മന്ത്രി എം ബി രാജേഷും ദേവസ്വം മന്ത്രി വി എൻ വാസവനും മാധ്യമങ്ങളെ കാണുകയാണ്. കൊണ്ടുവന്ന 4 അടിയന്തര പ്രമേയം 6 ദിവസത്തിനുള്ളിൽ ഈ സഭ ചർച്ച ചെയ്തു. 17 അടിയന്തര പ്രമേയങ്ങൾ ഈ നിയമസഭയുടെ കാലയളവിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ